ഈ തിരമാലയും കാറ്റും ഒക്കെ അടിച്ച സമയത്ത് അവർ ചിന്തിച്ചു, ഒരു സേഫ് അറൈവൽ സാധ്യമല്ല. നമ്മളൊരു വിമാനത്തിൽ കയറുന്നു ഇരിക്കട്ടെ, ഒരു കപ്പലിൽ കയറുന്നു എന്നിരിക്കട്ടെ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ, വലിയ അപകടങ്ങളും ആപത്തുകളും വരാൻ പോകുന്നു എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചിന്തിക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയില്ല, ഒരു സേഫ് അറൈവൽ സാധ്യമല്ല. ജീവിതയാത്രയിലും ഇതുപോലെ നമ്മൾ ചിന്തിക്കും. ജീവിതയാത്രയിൽ രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സേഫ് അറൈവൽ സാധ്യമല്ല. പക്ഷേ കർത്താവ് കടന്നു വന്നപ്പോൾ, കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സേഫ് അറൈവൽ സാധ്യമാണ് ആയതുപോലെ ഇന്ന് സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾക്കകത്തുകൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും, ഏത് രോഗത്തിനകത്താണെങ്കിലും, ഏത് ഭാരത്തിനകത്താണെങ്കിലും, പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വന്നത്. നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങൾ പേറിക്കൊണ്ടായിരിക്കാം നിങ്ങൾ വന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ച നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കാം നിങ്ങൾ വന്നത്. മാറാ രോഗങ്ങൾക്കകത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വന്നത്. അതാ നിങ്ങൾ പറയുന്നു, ഒരു സേഫ് അറൈവൽ സാധ്യമല്ല. ചികിത്സിച്ചിട്ടും സഹോദരങ്ങളെ, ആ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ലഭിച്ചില്ല. അതുകൊണ്ടൊരു സേഫ് അറൈവൽ സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പീരുമേട് എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയും ഭർത്താവും, അവർ ഹിന്ദു സഹോദരങ്ങളാണ്. 45 വയസ്സുള്ള സ്ത്രീ. ഒരു ദിവസം അവർക്ക് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ബിൽ റൂമിൻ്റെ അളവ് 24. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ, അവരുടെ കരള് ചുരുങ്ങാൻ തുടങ്ങി. ആ കരളിൽ നിന്ന് ഏകദേശം 12 ലിറ്റർ വെള്ളം കുത്തിയെടുത്തു. ഈ വിടുതൽ അവർ എന്നെ വിളിച്ച് ഫോണിൽ പറയുമ്പോൾ ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന 2 പേർ എൻ്റെ കൂടെ, ഞാൻ താമസിക്കുന്ന ഗസമൻ സെൻറ്ററിൽ അവർ ആവശ്യത്തിനായിട്ട് വന്നിരുന്നു. അവർ പെന്തക്കോസ്ത് സഭാവിശ്വാസികളാണ്. ആ ഡോക്ടറും ഭാര്യയും വളരെ നല്ല വിശ്വാസികളാണ്. അവർ പറഞ്ഞു, ഒരു വ്യക്തിയുടെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കേണ്ടി വന്നാൽ പിന്നീട് ആ രോഗി രക്ഷപ്പെടത്തില്ല, അത് അവരുടെ അന്ത്യമാണ്. 12 ലിറ്റർ വെള്ളം കുത്തിയെടുത്തെങ്കിൽ ആ രോഗി പിന്നീട് രക്ഷപ്പെടത്തില്ല, മരണത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ കോട്ടയത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, കരള് മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപയാകും. 40 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 4 ലക്ഷം രൂപ കൊടുക്കാൻ ഇല്ലാത്തവരായിരുന്നു അവർ. കാരണം തോട്ടത്തിൽ പണി ചെയ്ത് ദൈനംദിന ജീവിതം നയിക്കുന്ന അവർക്ക് 40 ലക്ഷം ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാലും അവർ ചിന്തിച്ചു, ഏതെങ്കിലും വിധത്തിൽ ഒരു സേഫ് അറൈവൽ, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു ഓട്ടം അത് നടക്കണമെന്ന്. മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അതിനേക്കാൾ കുറച്ച് തുക കുറവാണെങ്കിലും അവരും പറഞ്ഞു ഇത്ര ലക്ഷം വേണമെന്നൊക്കെ പറഞ്ഞു. അവരോട് ആരോ പറഞ്ഞു, നമ്മുടെ എറണാകുളത്തുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞത്. അദ്ദേഹം ഈ അങ്കമാലിക്കും ഈ കോതമംഗലത്തിനും ഇടയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇവരെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് കോട്ടയത്ത്. ആ സ്ത്രീ 3 പ്രാവശ്യം ആ പ്രാർത്ഥനയിൽ വന്നു. നമ്മളാണെങ്കിൽ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾ പറയും, ഈ ദൈവത്തെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. ഒറ്റ പ്രാർത്ഥന നമുക്കെല്ലാം നടക്കണം. ഒറ്റ പ്രാർത്ഥന കൊണ്ട് എല്ലാം സാധിക്കണം. ആശുപത്രിയിലാണെങ്കിൽ 50 വട്ടം പോകാൻ പറഞ്ഞാലും ഡോക്ടർ പറയുന്ന സമയത്ത് അവിടെ ചെന്ന് ക്യൂ നിൽക്കും. 2, 3, 4 മണിക്കൂർ. ചിലപ്പം ചില ആശുപത്രിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 350 എൻ്റെ നമ്പർ. ഒരു ദിവസം മൊത്തം നിന്നിട്ട് ഡോക്ടറെ കാണാൻ കഴിയാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ കാര്യം എനിക്കറിയാം. അവർ 3 പ്രാവശ്യം കോട്ടയത്തെ പ്രാർത്ഥനയിൽ വന്നു.
ആദ്യത്തെ പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വെളിച്ചം എന്നിലേക്ക് വന്നു, ഒരു പ്രകാശം എന്നിലേക്ക് വന്നു. അവരതുകൊണ്ട് നിന്നില്ല, അവർ വീണ്ടും പോയി. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വന്നു. രണ്ടാമത്തെ പ്രാവശ്യം അവർ പറഞ്ഞു, ഇതാ ഒരു വലിയ വെളിച്ചം, എൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. മൂന്നാമത്തെ പ്രാവശ്യം അവർ വന്നു കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയിൽ. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാനായിട്ട് പോയപ്പോൾ അവരെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറല്ല, ആ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് വിശ്വാസമായില്ല. കാരണം ഈ പറഞ്ഞത് മറ്റൊരു ഡോക്ടറാണ്, അതേ വിഭാഗത്തിലുള്ള ഡോക്ടറാണെങ്കിലും മറ്റൊരു ഡോക്ടറാണ് പറഞ്ഞത്. അവരവിടെ 4 ദിവസങ്ങൾക്ക് ശേഷം അവരെ നോക്കുന്ന ഡോക്ടറെ ചെന്ന് കണ്ടു. വീണ്ടും ആ ഡോക്ടറും പറയുകയാണ്, ഇനി നിങ്ങൾക്ക് യാതൊരു ചികിത്സയും ആവശ്യമില്ല, ചില ഗുളികകൾ മാത്രം ഒരു 6 മാസത്തേക്ക് കഴിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കരളിതാ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു, നിങ്ങളുടെ ശരീരം ഇതാ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിൽ ഇതുപോലൊരു വിടുതൽ ലഭിക്കുന്ന ക്രിസ്ത്യാനികൾ പലരും പിന്നീട് ഓടിപ്പോയിട്ട് കണ്ടിട്ടില്ല. അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയിൽ വരിക മാത്രമല്ല, ഈ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് മാത്രമല്ല, എനിക്കറിയാവുന്ന എല്ലാവരെയും, എനിക്ക് സാധിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അവർ പറഞ്ഞു, ഞാൻ സാംബോ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അവർ പറയുകയാണ്, ഈ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഞാനിതാ തയ്യാറായി കഴിഞ്ഞു. സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമില്ലാത്ത ശക്തി ഇതാ ജാതികളിലേക്ക് ദൈവം അയക്കുകയാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പടകിന്റെ അറ്റത്ത് യേശു ഉറങ്ങുന്നവനല്ല, അവൻ ഉറങ്ങാത്തവനായി നിനക്ക് വേണ്ടി ജാഗരിച്ച് ഇരിക്കുന്ന ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധികളിൽ നിന്റെ ജീവിതത്തിന്റെ ആ അറ്റത്ത് നിന്റെ ജീവിതത്തോടുകൂടി ഉറങ്ങാത്തവനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും അവരെ സേഫ് ആയി അക്കരെ എത്തിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് അന്നും ഇന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത്.